എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ സ്ട്രാറ്റജി വീണ്ടും പല രീതിയിൽ പയറ്റുന്നുണ്ട്. കാരണം ഒരിടക്കാലത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന് വരുന്നതിന് മുമ്പ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളെയും അതുവഴി ജനങ്ങളെയും ആഴ്ചയിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു പതിവ് കേരളത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാർ. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതങ്ങ് നിർത്തി. പിന്നീട് കോവിഡ് കാലത്ത് അത് വീണ്ടും അത് തുടങ്ങി ദിവസേന എന്നോണം ആയി. അത് വീട്ടിലുള്ള നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുതൽ വാഴയ്ക്ക് വളവിടുന്നതും കോഴിക്കോട് അടയ്ക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വരെയുള്ള കാര്യങ്ങൾ ആ വാർത്താ സമ്മേളനങ്ങളിൽ ഓർമ്മിപ്പിക്കപ്പെട്ടു. പിന്നീട് അധികാരത്തിലെത്തി വീണ്ടും ആ പതിവ് നിന്നു. മാധ്യമങ്ങളെ വിദേശയാത്ര കഴിഞ്ഞു വന്നാൽ 5-6 മാസം കഴിഞ്ഞ് മാത്രം കാണാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ആഴ്ചയിൽ ഏതാണ്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതും ഏതെങ്കിലും PR ഏജൻസി എഴുതി കൊടുത്തത് പ്രകാരമാവാനാണ് സാധ്യത. രജിത് പണിക്കർ, ഇത്തവണ തിരുവാതിരയ്ക്കുള്ള സാധ്യത കുറവാണ്. പിന്നെ ആ ബസ്സും ഉണ്ടാവില്ല. മറ്റെല്ലാ പതിവുകളും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യോഗങ്ങൾ, പിന്നെ നാടങ്ങും എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ 500 എന്നുള്ളത് ഇപ്പോ വന്ന കണക്ക്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. അതിനി അതാത് പാർട്ടി ഏരിയ കമ്മിറ്റികളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്ക് കേരളം മുഴുവൻ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് പിണറായി വിജയന്റെ പൂർണ്ണകായ രൂപങ്ങൾ, തല മാത്രമുള്ള ഇഷ്ടം പോലെ പ്ലക്കാർഡുകൾ, ബാനറുകൾ നിറയുകയാണ്. പിണറായി മാത്രം പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ഇനി നാട്ടിലെ ജനങ്ങൾക്ക് കൂടി അങ്ങനെ ആക്കാനുള്ള ശ്രമമാണ്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് ഈ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൽ വലിയ ഹൈലൈറ്റ് വേർഡായിട്ട് എഴുതി കാണിക്കുന്നത് നവകേരളം പുതുവഴികൾ എന്നാണ്. കൊല്ലത്ത് ഈ അടുത്തിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച പാർട്ടി രേഖയുടെ തലക്കെട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലും ഇതേപോലെ ഒരു രേഖയുണ്ടായിരുന്നു. അത് നവകേരളത്തിനായി പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ അവതരിപ്പിക്കപ്പെടുന്നത് മുഴുവൻ തന്നെ അടുത്ത 25 വർഷങ്ങൾ കൊണ്ട് വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തിനെ ഉയർത്തുക എന്നുള്ളത്. അതേ തള്ള് മുഖ്യമന്ത്രി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവർത്തിക്കുന്നുമുണ്ട്. നമ്മൾ വികസിത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലത്തേക്ക് നമ്മളിനി ഉടനെ തന്നെ അങ്ങ് വളരുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ ഇവർ പറയുന്നു, ഈ പാർട്ടിയുടെ രേഖകളിൽ അടക്കം പറയുന്നത് അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരള വികസനം സാധ്യമാക്കും എന്നാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. ആ പ്രതിനിധിയെ, അവരുടെ കോസിനെ കേരളം മുഴുവൻ അറിയും, രാജ്യം മുഴുവൻ ഇപ്പോൾ അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. ചുരുക്കി പറഞ്ഞാൽ പതിവ് പോലെ ഇപ്പോൾ അബ്ജോദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന പാർട്ടി പരിപാടിയാണ് നാളെ മുതൽ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ PRD വഴിയാണ് ഇത് ചെലവഴിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം PR ഏജൻസികൾ വേറെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിന്റെ പദ്ധതികളെല്ലാം, അതിന്റെ മേന്മകളെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി എന്റെ തല എന്റെ ഫുൾ ഫിഗർ പോലെയൊക്കെ സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് 15 കോടി രൂപ, പിന്നീട് വേറെ കുറെ അധികം വിലയില്ലാത്ത കോടികൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷെ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ കടം മേടിച്ച് കുടുംബം പോറ്റുന്നവൻ അവന്റെ വിവാഹ വാർഷികത്തിന് കടമെടുത്ത പൈസയ്ക്ക് നാടൊട്ടുക്ക് ഫ്ലെക്സ് വെച്ച് നാട്ടുകാരെ വിളിക്കുന്നത് പോലുള്ള ഒരു പരിപാടിയാണ്. അവന്റെ പൈസയല്ല. കേരളത്തിൽ തന്നെ വികസന പദ്ധതി എന്നൊക്കെ പറയുകയാണെങ്കിലും ഇവിടെയുള്ള ശമ്പളം കൊടുക്കാനാണെങ്കിലും പെൻഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രഖ്യാപനം വരുന്ന സമയത്ത് ബജറ്റിന്റെ ചേർന്നിട്ടുള്ള പ്രഖ്യാപനത്തിൽ നമ്മുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മാറിക്കഴിഞ്ഞു എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ പറയരുത് സർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവരുടെ ഈ പാർട്ടി രേഖകളിൽ അടക്കം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ വികസനം, അതിനു വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൈസയില്ല. 100 രൂപ പോയിട്ട് 50 രൂപ പോലും കൂട്ടാനായിട്ട് അവിടെ തയ്യാറല്ല. മറിച്ച് ഈ പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നത് സർക്കാരിന് വേണ്ടുന്ന ചെലവ്, അല്ലെങ്കിൽ പാർട്ടി ആവശ്യത്തിന് വേണ്ടി സർക്കാരിന്റെ പേരിൽ നടത്തുന്ന പരിപാടികൾക്കുള്ള ചെലവിലാണ് ഈ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നത്. അത് വലിയ പ്രതിസന്ധി ഉണ്ട്, മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ കഴിയണം എന്നൊക്കെ പറയുന്ന സമയത്തും ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏതായാലും
വലിയ മാനക്കട. ഇപ്പൊ അബ്ജോദ് പറഞ്ഞില്ലേ ഈ തിരുവാതിര ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന്. ഇപ്പൊ എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ്. നമ്മൾ നവകേരള സദസ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ്. ഈ 14 ജില്ലകളിൽ ഏതാണ്ട് 3 കോടി രൂപയുടെ ശീതീകരിച്ച പന്തലൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പൗരപ്രമുഖരെ കാണുക, ആൾക്കാരുമായിട്ട് സംവാദം നടത്തുക. പാലിൽ മുഖ്യ അണ്ടിപ്പരിപ്പുണ്ടോ എന്നറിയില്ല, പക്ഷേ കുറേയധികം കാര്യങ്ങളൊക്കെ. പക്ഷേ സംവാദം എന്ന വാക്ക് ശ്രീജിത്ത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. സംവാദമൊന്നുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും വിയോജിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഏത് നിലയിലാണ് അദ്ദേഹം പ്രതികരിക്കുക എന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും അവതാരക വന്നിട്ട് എന്തെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എമ്മാതിരി കമന്റ് ആണ് വരിക എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സംവാദം ഒന്നും നടക്കില്ല. വല്ല തിരുവാതിരക്കളിയോ സംഘഗാനമോ ഒക്കെ തന്നെ ആരെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള ഏതാണ്ട് പദങ്ങളെല്ലാം തന്നെ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫീനിക്സ് ആയി, കഴുകനായി, സൂര്യനായി, കർണഭൂതനായി, കാവലാളായി, ഇങ്ങനെയുള്ള ഏതാണ്ട് എല്ലാ വിശേഷണങ്ങളും തീർന്നു. പക്ഷേ ഇപ്പൊ ഇനി എന്തെങ്കിലും ഒരു പുതിയ വിശേഷണം വേണമെങ്കിൽ അഭിനവ നീറോ ചക്രവർത്തി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആശാസമരത്തിന്റെ ചൂടുകൊണ്ട് നഗരം മൊത്തം കത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ തമ്പുരാൻ എമ്പുരാനൊക്കെ കണ്ട് റിവ്യൂ ഇട്ട് എന്റെ രക്തമല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിച്ച് ഡയലോഗ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ അടിസ്ഥാന വർഗത്തിന്റെ വികസനത്തിന് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇവിടെ നടത്തുന്ന ഈ ബഹളവും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. മുമ്പില്ലാത്ത വണ്ണം കേരളത്തിന്റെ പൊതുകടം വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. ഈ കടവും നമ്മുടെ ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള റേഷ്യോ പോലും 34% മുകളിലേക്ക് പോകും എന്ന പ്രഡിക്ഷൻസ് ഉണ്ട്. 1 രൂപയുടെ വരവ് എങ്ങനെയാണ് എങ്കിൽ അതിന്റെ ചെലവ് എങ്ങനെയാണ് എന്ന് ധനമന്ത്രി കാണിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ബഹുഭൂരിപക്ഷം പണവും പോകുന്നത് എവിടേക്കാണ്? ഈ ഇൻട്രസ്റ്റ് റീപേയ്മെന്റിലേക്ക്, അതേപോലെ തന്നെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിലേക്ക്, പെൻഷൻ കൊടുക്കുന്നതിലേക്ക് തുടങ്ങിയ കാര്യങ്ങളാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ല. നമ്മൾ കടമെടുക്കുന്ന സമയത്ത് പോലും ഈ കടമെടുത്തിട്ട് നമ്മൾ ക്യാപിറ്റൽ പ്രോജക്റ്റുകൾക്കോ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ അല്ല, മറിച്ച് ശമ്പളത്തിന്, പെൻഷനോ ഒക്കെ വേണ്ടി മാത്രം മുടക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോഴാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ അബ്ജോദ് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കുറേയധികം കാര്യങ്ങൾ, അതിൽ സാമൂഹ്യ സുരക്ഷ, പെൻഷൻ, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുടങ്ങി എല്ലാ ഘട്ടത്തിലുമുള്ള, എല്ലാ തട്ടുകളിലുമുള്ള ആൾക്കാരെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ആദിവാസി കുട്ടികളൊക്കെ സ്റ്റൈഫൻഡ് ലഭിക്കാതെ പഠനം നിർത്തി പോകുന്ന അവസ്ഥയാണ്. പക്ഷെ ഇവിടെ പ്രഖ്യാപനത്തിൽ കുറവില്ല, അതാണ് പ്രശ്നം. അതായത് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളെയും അണ്ടർ റിപ്പോർട്ട് ചെയ്യുകയും ചില കാര്യങ്ങളെ ഓവറായിട്ട് പ്രൊജക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ഇവിടെ ബജറ്ററി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആശ, അംഗൻവാടി പ്രവർത്തകർക്കെല്ലാം തന്നെ തട്ടുതട്ടായിട്ട് വരുമാനം അവരുടേത് കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ പറയും. പക്ഷെ അതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാരും തന്നെ ഇവിടുത്തെ ജീവനക്കാരല്ലല്ലോ എന്നാണ് പറയുക. ഞാൻ ചോദിക്കുന്നത്, ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്ത് പ്രതിദിനം 232 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യബദ്ധം, ഒരു സർക്കാരിന്റെ ഒരു കേവലം വാർഷികാഘോഷം നടത്തി തട്ടിമുട്ടി പോകണമെങ്കിൽ ഒരു 100 കോടിയോളം രൂപ വേണമെന്ന രീതിയിലത്തേക്ക് നിൽക്കുന്ന ഒരു സർക്കാരാണ് പറയുന്നത് 232 രൂപ ധാരാളമാണ് എന്ന്, അല്ലെ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. കാരണം അത് ധാരാളമാണെന്ന് പറയുന്നതിന് കാരണം ഇന്ത്യയിലുള്ള മറ്റു പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നത് പോലെയല്ല, അതിനേക്കാളിലൊക്കെ തന്നെ വളരെ കൂടിയ തുകയാണ് നമ്മൾ നൽകുന്നത് എന്ന് പറഞ്ഞ് ധനകാര്യ മാനേജ്മെന്റിന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം ഇവിടെ ശ്രമിക്കുകയാണ്. ഞാൻ കാണുന്നത് ഇത്ര ബുദ്ധിമുട്ടിൽ സംസ്ഥാന സർക്കാർ ഇരിക്കുമ്പോൾ, അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാർ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് ഫണ്ട് ചെലവഴിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ജനാധിപത്യത്തിന് വേണ്ടത് ഉത്തരവാദിത്തമാണ്, അല്ലാതെ ധാരാളിത്തമല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുത്ത് കൂട്ടുന്ന പണം ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു റവന്യൂ മാർഗം, ഒരു വരവുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നില്ല, മറിച്ച് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നു. അതിനപ്പുറത്തേക്ക് വരുന്നത് എന്തിനാണ്? ആഘോഷങ്ങൾക്ക്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി ഈ കഴിഞ്ഞ 4 വർഷം അല്ലെങ്കിൽ 9 വർഷം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ട് വേണം അവർ മനസ്സിലാക്കാൻ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്
അല്ല ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ. വണ്ടി എടുക്കണം. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.